ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയ്ക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. റയൽ മാഡ്രിഡിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല 2 തവണ ഫ്രാൻസ് ടീമിൻ്റെ സ്ക്വാഡിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതിൽ ആദ്യ തവണ എംബപ്പയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ തവണ ഫ്രാൻസ് പരിശീലകനായ ദിദിർ ദശാംസ് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. അക്കാര്യം കിലിയൻ എംബപ്പെ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഫ്രാൻസിന് വേണ്ടി കളിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ദശാംസാണ് തന്നെ ടീമിൽ നിന്നും ഒഴിവാക്കിയത് എന്നുമുള്ള കാര്യം ഇപ്പോൾ എംബപ്പെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നവംബർ മാസത്തിൽ ഫ്രാൻസിന് വേണ്ടി കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എന്നെ ടീമിലേക്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനം അത് പരിശീലകൻ്റേതായിരുന്നു. ആ തീരുമാനം അദ്ദേഹം എന്തുകൊണ്ട് എടുത്തു എന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അത് പറയണമെങ്കിൽ പറയാം, പക്ഷെ എനിക്ക് അതിനുള്ള അനുവാദമില്ല. ഇതാണ് ഇപ്പോൾ കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു തീരുമാനം അത് പൂർണ്ണമായും പരിശീലകൻ്റേതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഒരു കാരണമൊന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അടുത്ത തവണ എംബപ്പെ ഫ്രാൻസ് ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. മാർച്ച് മാസത്തിൽ യുവേഫ നാഷൻസ് ലീഗിൽ മത്സരങ്ങൾ ഫ്രാൻസ് കളിക്കുന്നുണ്ട്. ആ തവണ ദിദിയർ ദശാംസ് ഇദ്ദേഹത്തെ തിരികെ വിളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.